ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ചുമ്മാ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെറുതെ ഇരിക്കുമ്പം കഴിക്കാനായിട്ട് ഇത് ബെസ്റ്റാണ്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. പേപ്പറല്ല, ഇതിനകത്ത് സാധനമുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ചുമ്മാ ഇരുന്നപ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കാമെന്ന് തോന്നി. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. ചുമ്മാ ഇരിക്കുമ്പം കുറേ നേരം നമ്മൾ ചുമ്മാ ഇരിക്കണം, എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ എനിക്കും ഇതുപോലെ ഇങ്ങനെ ചുമ്മാതെ ഇരിക്കുമ്പം കഴിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമാണ്, എന്തെങ്കിലും കൊച്ചു കൊച്ചു സാധനങ്ങൾ കഴിക്കാനായിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മിച്ചർ കഴിക്കാനായിട്ടാണ്. അപ്പം മിച്ചർ ഇപ്പോൾ ഒരുപാടൊന്നും കഴിച്ചുകൂടാ, എനിക്ക് കൊളസ്ട്രോളൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്, അടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും ഞാനത് പൊട്ടിക്കാം. റബ്ബർ പൊട്ടി മോന്തയ്ക്ക് കയറുമോ? റബ്ബർ ഇവിടെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. ഞാൻ ഒരുപാട് റബ്ബർ ഇങ്ങനെ കൂട്ടി വയ്ക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ പൊടി ഞാൻ അടുത്തേക്ക് വെച്ചു. ആരും അടുത്ത് തിന്നളയല്ലേ, പൊളിക്കുന്നതേ ഉള്ളു. ആരോ ബെല്ലടിക്കും, പോയിട്ട് വരാം. 2 hours later. ബെല്ലടിച്ചത് ചേച്ചിയും ചേച്ചിയുടെ മോനും കൂടെയാണ്. അപ്പം വീട്ടിനകത്തോട്ട് കയറിയില്ല, നേരെ കാവലോട്ട് പോയേക്കുകയാണ് തൊഴുവാനൊക്കെ ആയിട്ട്. എന്തായാലും കാര്യമായി. 20 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ എന്തായാലും നമുക്കെല്ലാവർക്കും കൂടെ ഇത് കഴിക്കാം. സംഭവം കടലയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കടല കറുമുറ ഇരിക്കുന്നതുകൊണ്ട് സംഭവം കൊള്ളാം. അങ്ങനെ ഉപ്പുണ്ട്, ഉപ്പ് തോനെ ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റും കൂടെ ഉണ്ട്. ആവശ്യത്തിന് മുളക് പൊടി കൊണ്ട് ഇട്ടുന്നുണ്ട് കേട്ടോ, നല്ല എരിവുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതൊന്നും കൊണ്ട് അടിയിൽ പോയി കട്ടതിൽ അടിയിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം ഈ കടല വാങ്ങുന്നത്. മുമ്പൊക്കെ കപ്പലണ്ടിയാണ് കൂടുതലും വാങ്ങിച്ച് കഴിക്കാറ്. അതായിട്ട് ഈ കടല വാങ്ങണം. നമുക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ഉപ്പും നല്ല എരിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റത് കണ്ടിട്ട് കടൽ കിടക്കൊന്നുമില്ല, ഗ്രീൻ പീസ് കണക്ക് ഇരിക്കുന്നു. ഇത് കടലല്ല, പട്ടാണിക്കടലയും കണ്ട് അങ്ങനെയാണ് കിടന്നെന്ന് പറയുന്നത്. ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത്, എന്താണെന്നൊന്നും അറിയത്തില്ല. സംഭവം എന്തായാലും വെടിക്കെട്ട് സാധനം. നല്ല രീതിക്ക് എരിവ് ഇട്ടിട്ടുണ്ട്, നല്ല രീതിക്ക് ഉപ്പുമുണ്ട്. അതിലാണ് ഇത് മികച്ചിരിക്കുന്നത്. കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയൊക്കെ നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്നും ആദ്യം ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ചിട്ട് ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പം ചുമ്മാ ഇരുന്നപ്പം ഒരു കുഞ്ഞു വീഡിയോയുമായിട്ട് ഞാൻ വന്നു എന്നേ ഉള്ളൂ. ഉടനെ തന്നെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീഡിയോ എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നത് ഓരോ വീഡിയോ ഇടാനായിട്ട്. എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് പാടാണ് ചെയ്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാൻ എന്തൊക്കെയാണെന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരുപാട് പാടുപെട്ടാണ് ഞാനൊരു വീഡിയോ ഒപ്പിച്ചിടുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കാലൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും എല്ലാവരുടെ സപ്പോർട്ടും എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവും. ഓരോരുത്തരുടെ സപ്പോർട്ട് അതെനിക്ക് വിലപ്പെട്ടത് തന്നെയാണ്. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.